ഒടുവിൽ കടകംപള്ളി സത്യം പറഞ്ഞിരിക്കുകയാണ്. SIT കടകംപള്ളിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചു, അതിനുശേഷം വിട്ടു. പിന്നീട് 4 ദിവസം കഴിഞ്ഞാണിത് പുറം ലോകം തന്നെ അറിയുന്നത്. ഈ കടകംപള്ളി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്നത് ഒരു പരികർമ്മി മാത്രമാണ്. പോലീസ് അകമ്പടിയോടെയാണ് കടകംപള്ളി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ പോയത്. പറയുന്നത് അയ്യപ്പ ഭക്തനായതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് കരുതിയിരുന്നതെന്നാണ്. യഥാർത്ഥത്തിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ലോക കൊള്ളക്കാരൻ അല്ലെങ്കിൽ ദൈവങ്ങളെ വിറ്റ് ജീവിക്കുന്ന ഒരുത്തനാണ് എന്ന് മനസ്സിലാക്കി മറ്റെന്തോ ബിസിനസിന്റെ കാര്യങ്ങൾക്ക് കൂടി ആയിരിക്കില്ലേ കടകംപള്ളി പോയിരിക്കുന്നത്? തീർച്ചയായിട്ടും. ഇതിനകത്ത് അദ്ദേഹം പറയുന്ന ഒരു അയ്യപ്പ ഭക്തൻ്റെ വീട്ടിൽ പോയെന്ന്. അപ്പോൾ 50 ലക്ഷം അയ്യപ്പ ഭക്തന്മാർ അവിടെ വരുന്നുണ്ട്. അയ്യപ്പ ഭക്തന്മാരെല്ലാം ആവശ്യപ്പെട്ടാൽ അവിടെ വെച്ച് പറഞ്ഞാൽ നൂലുകെട്ടിനും കല്യാണത്തിനും പോകുന്ന ഒരു മന്ത്രിയോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മന്ത്രിമാരോ എത്രയുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇതിൻ്റെ നിഗൂഢതകൾ കോടതി ഇപ്പം വെളിപ്പെടുത്തിയിരിക്കുന്ന അയൽവാസിയാണ് ഇയാൾ ഇവിടെ വന്നിട്ട് പോയെന്ന് മനസ്സിലാവുന്നു. അത് ഇപ്പോൾ പറയുന്നുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് SIT സംഘത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. SIT സംഘത്തിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം SIT സംഘത്തിൻ്റെ മൊഴി നമ്മൾക്ക് കയറി ഇപ്പോൾ പരിശോധിക്കാൻ ഒക്കത്തില്ലല്ലോ. പുള്ളിക്ക് അങ്ങനെ പറയാമല്ലോ. പറഞ്ഞില്ല എന്ന് SIT സംഘം ഇപ്പം മാധ്യമങ്ങളിൽ കൂടി തിരിച്ചു പറയാനും പോകുന്നില്ല. അപ്പോൾ അതൊന്നും അല്ല വിഷയം. ഇപ്പം ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇതിനകത്ത് നിഗൂഢതയുണ്ട്. കോടതി പറഞ്ഞതുപോലെ നിഗൂഢതയുണ്ട്. അതിനകത്ത് ഒത്തിരിയും പേര് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവരെ വെളിയിൽ കൊണ്ടുവരാനാണ് പറഞ്ഞത്. നോട്ട് ചെയ്തവരെ മാത്രം പിടിച്ച് അകത്തിടുന്നു. ആ നോട്ട് ചെയ്തവരെ അകത്തിടാൻ പറ്റാത്ത രീതിയിലൊക്കെ തെളിവുകൾ അവർക്കുണ്ടായിട്ട് ഈ തന്ത്രി ഉൾപ്പെടെ വന്നു. തന്ത്രിയെ വരെ രക്ഷിക്കാൻ നോക്കിയതാണ്. അപ്പം ഇതിനകത്ത് ഇന്നലെ ഇനിയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ED ഇവിടെ വന്നു. ED വന്നതിനകത്ത് വലിയൊരു കാര്യമുണ്ട്. ED വന്നത് നിസ്സാരമായിട്ടല്ലല്ലോ ഇന്നലെ വന്നിരിക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ് ED ഒരു റെയ്ഡ് ഇതുപോലെ ഇന്ത്യയിൽ നടത്തിയിട്ടുള്ളത് എടുത്തു പറയത്തക്കോണം അല്ലെങ്കിൽ നമുക്കറിയാവുന്ന കേരളത്തിൽ ഉൾപ്പെടെയുള്ള നമുക്കറിയാവുന്ന PFAയുടെ ആൾക്കാരെ വെളുപ്പാങ്കാലത്ത് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് വന്നത്. കാരണം 4ഓളം കേന്ദ്രങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥന്മാർ ബാംഗ്ലൂർ, കൊച്ചി, ചൈന, കോഴിക്കോട്, ചെന്നൈ എന്നിട്ട് 110 അല്ല 150ഓളം ഉദ്യോഗസ്ഥന്മാർ, 110ന് പുറത്ത് 150ഓളം ഉദ്യോഗസ്ഥന്മാർ ഈ പറയുന്നത് ശബരിമലയുടെ വിഷയത്തിനകത്ത് റെയ്ഡ് നടന്നത് എവിടൊക്കെയാണെന്ന് അറിയാമോ? ഈ പറയുന്ന തമിഴ്നാട്ടിൽ, കേരളത്തിൽ, കർണാടകയിൽ. അപ്പോൾ ഇതിൻ്റെ വ്യാപ്തി എത്രത്തോളമുണ്ട്? നമ്മൾ എത്ര വട്ടം പറഞ്ഞു വ്യാപ്തിയുണ്ട്, ഇത് കാർട്ടലാണ്. അല്ലെങ്കിൽ നമ്മുടെ ടോക്കുകളിൽ പറഞ്ഞു ഇത് ശബരിമലക്കൊള്ള മാത്രമല്ല. ഇന്നലെ ED കണ്ടെത്തിയിരിക്കുന്നത് അതാണ്. ദക്ഷിണേന്ത്യയിലെ അമ്പലങ്ങൾ കൊള്ളയടിക്കുന്ന ഒരു വലിയ കൊള്ളസംഘത്തിൻ്റെ ഭാഗമായിട്ട് നിന്നവർ ആണ് ശബരിമല കൊള്ളയും നടത്തിയിരിക്കുന്നത്. അതായത് ഇന്നലെ ഈ പറഞ്ഞതുപോലെ ഇതിനകത്തുനിന്ന് വരുന്നത്. അപ്പം ഈ ED അല്ലെങ്കിൽ ഈ കണ്ടെത്തിയിരിക്കുന്നതിനകത്ത് സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ഒരുത്തിനകത്ത് കിടപ്പുണ്ടല്ലോ. സ്മാർട്ട് ക്രിയേഷൻസ് നിസ്സാരമായിട്ട് ശബരിമലയിൽ നിന്ന് കൊണ്ടുപോയ സ്വർണം മാത്രമല്ല ഉരുക്കിയിരിക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ പല അമ്പലങ്ങളിൽ നിന്നും സ്വർണം ഇതുപോലെ നേരല്ലാത്ത രീതിയിൽ കൊണ്ടുവന്ന് ഉരുക്കിയെടുത്ത് നടത്തുന്ന ബിസിനസ്സുകാരൻ തന്നെയാണ് സ്മാർട്ട് ക്രിയേഷൻസ്. അതായത് ഞാനീ പറഞ്ഞല്ലോ, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഈ പറയുന്ന അന്താരാഷ്ട്ര റാക്കറ്റ് ആണെന്ന് കണ്ടാണ് ബാംഗ്ലൂരിൽ താന്ത്രികമുള്ള ഒരമ്പലത്തിൽ നിന്ന് തന്ത്രി 2004 തൊട്ട് അവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് ഈ കേസ് അവസാനിക്കും. പിന്നെ ഇതിനകത്ത് വലിയൊരു പഴുതുണ്ട്. SIT അത്ര ക്ലിയറായിട്ട് പോകുന്നതൊന്നും ഞാൻ പറയുന്നില്ല. ആദ്യം പറഞ്ഞല്ലോ 11 പ്രതികളെ വെച്ച് അങ്ങ് ഫ്രീസ് ചെയ്യുക. അതിനകത്ത് SIT അരിക്കുന്നുണ്ട്. SIT ആദ്യം അരിച്ചതിൻ്റെ കൂട്ടത്തിൽ തന്ത്രിയെ അരിച്ച് മാറ്റി നിർത്തി. അതിൻ്റെ കൂട്ടത്തിൽ കടകംപള്ളിയെ മാറ്റി നിർത്തി. കടകംപള്ളി ഇതിനകത്ത് ഞാനൊരു കാര്യം ചോദിച്ചു, കടകംപള്ളി ഇതിനകത്ത് പ്രതിയാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ആണോ അല്ലയോ എന്ന് എനിക്കറിയത്തില്ല. കടകംപള്ളിക്ക് എന്താണ് ഇത്ര അറ്റാച്ച്മെൻറ്റ്? ഇതിനു മുമ്പേ അവിടെ ഒരു ദേവസ്വം ബോർഡ് വകുപ്പ് മന്ത്രി ഉണ്ടായിരുന്നില്ല. അങ്ങേരുടെ കൂടങ്ങും പോറ്റി നിന്നതായിട്ട് നമ്മൾ കണ്ടില്ലല്ലോ. ആരാ? സുധാകരൻ്റെ കൂടെ ഒരു പോറ്റിയില്ല. ഇയാളുടെ പ്രോട്ടോകോൾ എവിടെ? ഇയാൾ ഇന്നലെ പറയുന്നത് ഞാൻ തന്ത്രിയെ നേരിട്ട് പോയി കാണും. ഇയാളെ തന്ത്രിയെ നേരിട്ട് പോയി കാണുന്നത് മന്ത്രിയുടെ പ്രോട്ടോകോൾ. മന്ത്രി ആവശ്യപ്പെടുന്നിടത്തൊക്കെ വരണ്ടേ? മന്ത്രി എന്തിനാ തന്ത്രിയുടെ അടുത്ത് പോകുന്നത്, പോറ്റിയുടെ അടുത്ത് പോകുന്നത്, ഇതുപോലെ എല്ലാത്തരുടെ അടുത്ത് പോകുന്നത്, കൂടെ നിന്ന് ഫോട്ടോ എടുക്കുന്നത്, നൂലുകെട്ടിന് പോകുന്നത്? അപ്പോൾ ഈ ബന്ധമുണ്ട്. നമ്മൾ ചോദിച്ച ചോദ്യത്തിനകത്ത് ഈ പറയുന്ന അടിച്ചു കളിക്കാരനായിട്ടുള്ള പോറ്റി ഈ സോണിയാഗാന്ധിയുടെ കൂടെ കുടുംബമായിട്ട് നിന്നതിൻ്റെ ഉത്തരം തന്നെയാണ് കടകംപള്ളിയുടെ കൂടെ നിൽക്കുന്നതിൻ്റെ ഉത്തരം. അതായത് ഈ കാർട്ടലിനകത്ത് ഇയാൾ അവിടുന്ന് വന്നു. അപ്പം ഈ കാർട്ടലിനകത്ത് ഇയാൾക്ക് നേരത്തെ ബന്ധം ഉണ്ടാവും. അന്താരാഷ്ട്ര കാർട്ടലാണെന്നല്ലേ ഇപ്പോൾ ED സംഭവിച്ചിരിക്കുന്നത്. 28 ഇടത്താണെന്നല്ലേ റെയ്ഡ് നടന്നിരിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ബാംഗ്ലൂരിലെ വസതി നടന്നിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സംസ്ഥാനത്തുള്ള വസതി നടന്നിട്ടുണ്ട്. പപ്പൻ്റെ വീട്ടിൽ നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന വാസുവിൻ്റെ വീട്ടിൽ നടന്നിട്ടുണ്ട്. ഇനി വേറൊരു കാര്യമുണ്ട്.
SIT അരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. ഞാൻ ആദ്യമേ പറഞ്ഞപ്പോൾ മണിയെ വെറുതെ വിട്ടെന്ന്, കുറ്റക്കാരനല്ല മണി, കുറ്റക്കാരനല്ല, ചോദ്യം ചെയ്ത് വെറുതെ വിട്ടു. ഇന്നലെ മണിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയിട്ടുണ്ട് ED, അറിയാമോ? അതായത് മണി ആ കുറ്റക്കാരനല്ലാതെ വരത്തില്ല. മണിയുടെ പേര് എടുത്തു വെച്ച് പറയണം. അത് പറയുന്നത് പ്രതിപക്ഷ നേതാവ് കൊണ്ടുവന്ന ആൾക്കാരാണെങ്കിൽ മണി ഇതിനകത്തുണ്ട്. മണി എങ്ങനെ രക്ഷപ്പെടുന്നത്, അല്ലെങ്കിൽ മണിയെ രക്ഷപ്പെടുത്തുന്നത്? അപ്പോൾ ഇതിനകത്ത് SITക്കകത്ത് ഈ കേസ് ക്ലോസ് ചെയ്തതായിട്ട് അവർക്കുണ്ട്. പക്ഷേ ED ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, PFIക്ക് ശേഷം ഏറ്റവും വലിയൊരു റെയ്ഡ്. അതായത് ഇതിനെ കുറച്ച് കാണുന്നില്ല കേന്ദ്രം. ED ചോദിച്ചാണ് വന്നത്, ചോദിച്ചാണ് മേടിച്ചത്. അല്ലെങ്കിൽ ഇത് അന്വേഷിക്കണം, അല്ലെങ്കിൽ ഇതിനകത്തെ സാമ്പത്തിക അട്ടിമറി അന്വേഷിക്കണം, ഇതിനകത്ത് രാജ്യാന്തര അട്ടിമറിയുണ്ട്, സാമ്പത്തിക കടത്തുണ്ട്. ആദ്യം ഇവിടുത്തെ പറഞ്ഞു ED അന്വേഷിക്കേണ്ടെന്ന് പറഞ്ഞു. കോടതി പറഞ്ഞു കൊണ്ടുപോയി അന്വേഷിക്കണു. SIT തെളിവുകൾ കൊടുക്കാം, അല്ലെങ്കിൽ വിസമ്മതിച്ചു. കോടതി എടുത്ത് കൊടുത്തല്ലോ, അതിനനുസരിച്ചാണല്ലോ. അപ്പോൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കണം. മാത്രമല്ല 11 പേരിലല്ല, ഇന്നലെ ED നോട്ട് ചെയ്തേക്കുന്നത് 35 പേരാണ്. അത് 50 പേര് വരെ വരുമെന്നാണ് അറിയുന്നത്. അതായത് 35 പേരിലേക്ക് അന്വേഷണം വരുന്നു. അതായത് പുറത്തു നിന്ന് അറസ്റ്റ് ഉണ്ടാകും. ചിലപ്പോൾ ജയറാം അകത്ത് പോകും, ചിലപ്പം കടകംപള്ളി അകത്ത് പോകും, സോണിയാഗാന്ധിയിലേക്ക് അന്വേഷണം വരും. KC വേണുഗോപാലിനെ നമ്മളല്ല ചൂണ്ടിക്കാണിച്ച് പറഞ്ഞതുപോലെ ആലപ്പുഴക്കാരൻ നേതാവിൻ്റെ പേരിൽ വരാൻ സാധ്യതയുണ്ട്. MP മാരും MLA മാരും ഒക്കെ രാഷ്ട്രീയ പാർട്ടിക്ക് അപ്പുറം, CPM-നപ്പുറം, അല്ലെങ്കിൽ ഈ കോൺഗ്രസിനപ്പുറം, BJPക്ക് അപ്പുറം ഒക്കെ വരും, അല്ലെങ്കിൽ ഇവരെല്ലാം കൂടിയൊക്കെ വരുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഇതിനകത്ത് ഈ അന്വേഷണം CBI വരാതിരിക്കാൻ വേണ്ടിയാണ് ഈ പറയുന്ന സംസ്ഥാന ഗവൺമെൻറ് നോക്കിയത്. ഇത് CBI വന്നാൽ കുഴപ്പം, ED വന്നാൽ എന്തോന്ന് ഇവരെല്ലാം വിളിച്ചൊന്ന് ചോദ്യം ചെയ്ത് അങ്ങ് വിടുമെന്നായിരുന്നു. ED ഇതുപോലെ ഒരുങ്ങി വരുമെന്ന് വിചാരിച്ചില്ല. ED ഇത് പഠിച്ചുകൊണ്ടിരിക്കുമെന്ന് ഇവർ വിചാരിച്ചില്ല. EDക്കകത്ത് ഇന്നലെ ED വന്നപ്പോഴേ വാസം പറയും, EDയിൽ ഞങ്ങൾക്ക് വിശ്വാസ്യതയില്ല. എന്താ ED വിശ്വാസ്യതയില്ലാത്ത? എന്താ ED വിശ്വാസമില്ലാത്ത? വാസം വിശ്വസിക്കണ്ട. EDക്കകത്ത് ഏതാണ്ട് 900ഓളം കേസുകൾ എടുത്ത ED, അതിനകത്ത് 4% കേസ് മാത്രമേ ശിക്ഷിച്ചുള്ളൂ. എൻ്റെ പൊന്നു വാസമായി ED എടുക്കുന്ന കേസ് മൊത്തം ശിക്ഷിക്കത്തില്ല. സാമ്പത്തിക ക്രമക്കേടാണ് ED എടുക്കുന്ന കേസുകൾ. ഈ സാമ്പത്തിക ക്രമക്കേട് അക്സെപ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ യഥാർത്ഥത്തിലുള്ള തുക അടയ്ക്കാൻ തയ്യാറായ കേസ് അവിടെ തീരും, അത് കോടതി തീരും. അത് പറയേണ്ട കാര്യമില്ല. അങ്ങനെയാണ് തീർന്നിരിക്കുന്നത്. അതിനപ്പുറമുള്ള ഈ പറയുന്ന പോലെ നമ്മുടെ രാജ്യത്തെ ഒറ്റുകൊടുക്കുന്ന രീതിയിലും, അല്ലെങ്കിൽ വിദേശത്തുനിന്ന് വരുന്ന പണവും, അത്തരത്തിൽ വരാതിരിക്കാത്ത ഉള്ള പണവും, കോംപ്രമൈസ് ചെയ്യാൻ പറ്റാത്തുള്ള പണത്തിനകത്ത് അത്തരത്തിലുള്ള ഇടപാടുകളുടെ കേസുകളായി നിൽക്കുന്നത്. അതുകൊണ്ട് ആ രീതിയിലൊന്നും തെറ്റിദ്ധരിപ്പിക്കേണ്ട. EDക്കകത്ത് കുഴപ്പക്കാരുണ്ടാവും. കുഴപ്പക്കാരെന്തിനകത്തില്ലാത്ത? പട്ടാളത്തിനകത്തൊന്നും നമ്മുടെ രഹസ്യങ്ങൾ ചോർക്കുന്നവരെ പിടിച്ചു കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി എല്ലാ പട്ടാളക്കാരും കുഴപ്പക്കാരാണ്. അപ്പം അതൊന്നുമല്ല. ഇവിടെ വന്നാൽ, അന്വേഷിച്ചാൽ, CBI വന്നാൽ, ED വന്നാൽ, സാമ്പത്തിക ക്രമക്കേട് വന്നാൽ ഇതിനകത്ത് പപ്പനെ ഇട്ട് പുഴിപ്പിക്കാമെന്ന് വിചാരിക്കുന്നത് നടക്കത്തില്ല. പപ്പന് തീരത്തില്ല. വാസവനല്ലല്ലോ, പലരും പേടിച്ചേ നോക്കൂ. കാരണം പലരും പലയിടത്തും ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്. കാരണം ഇതിനകത്ത് ഇടപാട് ഇവരൊരിക്കലും ഈ പറഞ്ഞതുപോലെ വരുമെന്ന് ആലോചിച്ചില്ല. കാരണം ഇടപാട് നടത്തുന്നത് ആരാ? ഇവരെല്ലാം കൂടെ തീരുമാനിച്ച് വളരെ വലിയ തന്ത്രത്തിൽ എല്ലാ ഗ്രൗണ്ടുകളും ഒരുക്കി നടത്തിയ ഇടപാടാണ്. അന്നേരം നമ്മൾ ഈ പറഞ്ഞതുപോലെ, പണ്ടൊരു കഥ പറഞ്ഞതുപോലെ, ശനി പോലൊരു സാധനം കയറി വന്ന് ആരാണ്ട് കൊണ്ടുവന്നൊരു പരാതി കോടതി കൊടുത്തു. കോടതി ഈ ജഡ്ജി ചെയ്ത് ആരാണ്ട് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തി തെളിവുകൾ കൊടുത്തു. കോടതി അന്വേഷണ സംഘത്തെ വെച്ച് തുടങ്ങി. ഇത് തുടങ്ങിയത് ED വന്നു, അതിനുശേഷം CBI വരും. പലരും അകത്താകും. ഈ പറയുന്ന SIT സംഘത്തിനകത്ത് അവർ ഈ കേസ് ഒതുക്കുന്നതിന് വേണ്ടി എത്രത്തോളം ശ്രമിച്ചു എന്നുള്ള തെളിവുകൾ ഉൾപ്പെടെ CBI വന്നാൽ പുറത്തു വരുന്ന രീതിയിലേക്ക് ഈ കേസ് പോകും എന്ന് വേണം കരുതാൻ. ഏതായാലും EDയുടെ റെയ്ഡ് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തയ്യാറെടുപ്പുകളോടുകൂടിയ ദക്ഷിണേന്ത്യയിലെ ഒരു റാക്കറ്റ്, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ ആ റാക്കറ്റാണ് ശബരിമലയിലും കൊള്ള നടത്തിയിരിക്കുന്നത്. ആ റാക്കറ്റിൻ്റെ ഭാഗമാണ് ഈ ശബരിമലയിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആൾക്കാർ മൊത്തം 11 പേരല്ല. ഇന്നലെ ED അതിന് വെളിയിൽ ആളിനെ കണ്ടെത്തിയിരിക്കുന്നു. 35ഓളം പേർ. വേറെ ഇനിയും രഹസ്യമായിട്ട് പലരുമുണ്ട്. അത് ED കണ്ടെത്തും, അല്ലെങ്കിൽ അതിനുശേഷം ED ശുപാർശ ചെയ്യും, CBI അന്വേഷിക്കണം എന്നുള്ള രീതിയിലേക്ക് ഈ കേസ് പോകും എന്ന് പ്രതീക്ഷിക്കേണ്ടി വരും.